കേരളത്തിലിപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഷിഗല്ലോസിസ് അഥവാ ഷിഗല്ല എന്ന രോഗം. പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഏറെക്കുറെയൊന്നും അപകടകാരിയല്ലാതിരുന്ന ഷിഗല്ല രോഗാണു ഇപ്പോൾ കൂടുതൽ ആർജിത ശക്തിയോടെ ആളുകളെ ബാധിക്കുന്നതായാണ് കണ്ടുവരുന്നത്. വയറിളക്ക രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷിഗല്ലോസിസ് എന്ന് പറയുന്ന രോഗം. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൂടെ ഷിഗല്ല രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്നു കയറുകയും രോഗമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് മലം വെള്ളത്തിൽ കലർന്ന് ആ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മിക്കവാറും പകർച്ചയുണ്ടാക്കുന്ന വയറിളക്ക രോഗങ്ങളുണ്ടാകുന്നത്. ഷിഗല്ല അതിന് ഒന്നാം തരം ഉദാഹരണമാണ്. രോഗിയുടെ മലം വെള്ളത്തിൽ കലരുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗമുണ്ടാകും എന്നർത്ഥം. ഇങ്ങനെ രോഗാണു ശരീരത്തിൽ കടന്ന് 3-4 ദിവസത്തിനുള്ളിൽ ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. അതികഠിനമായ വയറുവേദന ഉണ്ടാകുകയും വയറിളകുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഷിഗല്ലയുടെ ലക്ഷണം. മിക്കവാറും ആളുകളിൽ രക്തം കലർന്ന മലമാണ് ഇടയ്ക്കിടയ്ക്ക് പോകുക. മറ്റൊരു പ്രത്യേകത, എത്ര പ്രാവശ്യം മലവിസർജനം നടത്തിയാലും തൃപ്തിയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പോയത് പോരാ എന്നുള്ള തോന്നൽ രോഗിക്ക് ഉണ്ടാവുകയും ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ തുടർച്ചയായ വയറിളക്കം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ക്ഷീണമുണ്ടാകുകയും വയറിളകി ജലാംശം നഷ്ടപ്പെടുന്നതിനാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും മറ്റ് അനുബന്ധ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. കുട്ടികളിൽ ചിലപ്പോൾ അപസ്മാരം പോലെയുള്ള ഫിറ്റ്സ് വരികയും അബോധാവസ്ഥയിലെത്തുകയും ചെയ്യുന്ന സ്ഥിതി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വയറിളക്കത്തിൻ്റെ ആദ്യാവസ്ഥയിൽ തന്നെ ആവശ്യമായ ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആദ്യം സൂചിപ്പിച്ച പോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഷിഗല്ല രോഗാണു പടർന്നു പിടിക്കുക. വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള വെള്ളം കുടിക്കുക, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുക, അത് ഉപയോഗിക്കുക തുടങ്ങിയവ ഷിഗല്ല രോഗം പടർന്നു പിടിക്കാനുള്ള വലിയ സാധ്യതയുണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രധാനം. മലവിസർജനം ചെയ്തു കഴിഞ്ഞാൽ കൈകൾ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് ഒരു മലയാളിക്ക് ശീലമുണ്ടെങ്കിൽ പോലും പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ്. ആ ഓർമ്മ പൊടി തട്ടിയെടുത്ത് ഓരോ മലവിസർജനത്തിന് ശേഷവും കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ള ശീലം വീണ്ടും കൊണ്ടുവരണം. അതിനായി ആളുകളെ പ്രേരിപ്പിക്കുകയും വേണം. വീണ്ടും ആവർത്തിക്കുകയാണ്, രോഗം തടയുക എന്നതാണ് പ്രധാനം. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളതല്ല.